ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. നമ്മൾ വണ്ടി എടുത്തിട്ട് ഏകദേശം 12,000 കിലോമീറ്ററായി. ഓരോ 10,000 കിലോമീറ്ററിനാണ് നമ്മൾ സാധനം ചെയ്യുന്നത്. ഇപ്പോൾ 12,000 കിലോമീറ്ററായി. മഴയായതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യാണ്ടിരുന്നത്. മഴക്കാലത്ത് എന്തായാലും നമുക്ക് ഓട്ടോ ഇല്ല. അപ്പോൾ ആ സമയത്ത് വെറുതെ ഓയിൽ മാറ്റിയിട്ടിട്ട് കാര്യമില്ല എന്ന് വെച്ചിട്ടാണ് നമ്മൾ മഴയൊന്നും മാറി സീസൺ ആവാൻ തുടങ്ങാൻ നോക്കിയിരുന്നത്. അതുകൊണ്ടാണ് 12,000 കിലോമീറ്റർ ഓടിയത്. നമ്മൾ ഏകദേശം സാധനങ്ങളൊക്കെ നമ്മൾ 2 ദിവസം മുന്നേ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിൻ്റെ മെക്കാനിക്കിന് ചെറിയ തിരക്കുണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ എഞ്ചിൻ ഓയിൽ കാസ്ട്രോളിൻ്റെ എഞ്ചിൻ ഓയിലാണ് നമ്മൾ മേടിച്ചത്. അതിന് 1 ലിറ്ററിന് 280 രൂപയും 10 ലിറ്ററിൻ്റെ ബക്കറ്റിന് 2,700 രൂപയും. അങ്ങനെ 11 ലിറ്ററാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഗിയർ ഓയിൽ അതിൻ്റെ കൂടെ മാറ്റുന്നുണ്ട്. ഗിയർ ഓയിൽ 5 ലിറ്ററിന് 1970 പിന്നെ 1 ലിറ്ററിൻ്റെ 2 ഇതാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിന് 820 രൂപ 2 ചെറുതിന് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഓയിൽ ഫിൽറ്ററിന് 1380 രൂപ. ഇത് ഡീസൽ ഫിൽറ്ററാണ്. അതിന് 1350 രൂപ വരുന്നുണ്ട്. ഒറിജിനൽ ഏഷ്യറിൻ്റെ സാധനങ്ങൾ തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ സ്റ്റെയിനർ ഉണ്ട്, ഡീസൽ സ്റ്റെയിനർ. അതിലുള്ള കരടും കാര്യങ്ങളൊക്കെ മാറ്റുന്നത്. അതിന് ഏകദേശം 165 രൂപയോളം അതിന് വില വന്നിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ ബൈപ്പാസ് ഫിൽറ്റർ അതിന് 390 രൂപയാണ് ഇതിൻ്റെ വില. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഓയിൽ ഫിൽറ്റർ കിറ്റ് വേറെ ഉണ്ട്. ഇതിന് 245 രൂപ അതിൻ്റെ വില. പിന്നെ അതിനെ കുറച്ച് അതൊരു വരുന്നുണ്ട്. നമ്മൾ ബനിയൻ വേസ്റ്റും മേടിച്ചിട്ടുണ്ട്. അതിന് 20 രൂപ. അങ്ങനെ മൊത്തത്തിൽ 7,970 രൂപേൻ്റെ ബില്ലാണ് നമുക്ക് ഇത്ര സാധനം മേടിച്ചിട്ടായത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എയർ ഫിൽറ്റർ മേടിച്ചിട്ടുണ്ട്. എയർ ഫിൽറ്ററിന് 1,750 രൂപയുണ്ട്. അപ്പോൾ ഏകദേശം 9,700 രൂപ ഇപ്പം ആയിട്ടുണ്ട്. 9,700 രൂപ സാധനത്തിന് മാത്രം നമുക്ക് വന്നിട്ടുള്ളൊരു കോസ്റ്റാണ്. ഇതിന് മെക്കാനിക്കിൻ്റെ ചാർജസ് അവർ ചെയ്യുന്ന ഓരോ വർക്കിനനുസരിച്ച് വരും. ചിലപ്പോൾ ഇനി വേറെ എന്തെങ്കിലും അതിൻ്റെ കൂടെ വർക്കുകൾ വരുവാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇതിന് മാറ്റം വരും. ഇതിപ്പോൾ നമ്മൾ ഈ ഓയിൽ ചേഞ്ച്, എൻജിൻ ഓയിൽ, ഗിയർ ഓയിൽ, അതുപോലെ അതിൻ്റെ ഫിൽറ്റർ കാര്യങ്ങൾ, പിന്നെ ഒന്ന് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്തു, അത്രയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അതിന് 1000 രൂപയാണ് നമുക്കിപ്പോൾ പുള്ളിക്ക് നമ്മൾ അതിൻ്റെ ഇത് കൊടുത്തത്. ഇപ്പം നമ്മൾ ഊരുന്ന ഇതാണ് ഡീസൽ ഫിൽറ്റർ. നമ്മൾ കഴിഞ്ഞ വർഷം നമുക്ക് ഏഷ്യറിൻ്റെ ഒറിജിനൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ വേറൊരു കമ്പനീൻ്റെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഈ പ്രാവശ്യം നമ്മൾ എന്തായാലും ഏഷ്യറിൻ്റെ തന്നെ ചോദിച്ച് മേടിച്ചിട്ടുണ്ട്. നമുക്കിവിടെ സ്പെയറെല്ലാം കിട്ടുന്ന മാനന്തവാടി തന്നെ വയനാട് മോട്ടോഴ്സ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അവിടെയാണ് നമുക്ക് എല്ലാ സാധനവും നമുക്ക് ഏത് വണ്ടീൻ്റെ അവിടെ കിട്ടും. അത് കഴിഞ്ഞപ്പോൾ നമ്മളിപ്പം എഞ്ചിൻ ഓയിൽ ചോർത്താനുള്ള പരിപാടിയാണ് ഇപ്പോൾ നോക്കുന്നത്. നമ്മുടെ ഈ വണ്ടിക്ക് 11 ലിറ്ററാണ് എഞ്ചിൻ ഓയിൽ വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ആ ബക്കറ്റ് നമ്മുടെ ഏഷ്യറിൻ്റെ തന്നെ ഓയിൽ വരുന്ന ബക്കറ്റാണ്. അത് 11 ലിറ്ററിൻ്റെ ബക്കറ്റാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കാസ്ട്രോളിൻ്റെ എടുത്തുകൊണ്ട് അത് 10 ലിറ്ററിൻ്റെ ആണ് ബക്കറ്റ്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ 1 ലിറ്ററിൻ്റെ ഒരു ചെറുതും കൂടി എടുത്തത്. ശരിക്കും ഏഷ്യറിൻ്റെ ഒക്കെ ആകുമ്പോൾ 11 ലിറ്ററിൻ്റെ ഒരു സിംഗിൾ ബക്കറ്റായിട്ടാണ് വരിക. ഓയിൽ ഇപ്പോൾ എന്തായാലും മാറ്റാനായിട്ടുണ്ട്. അതാണ് പുള്ളി നോക്കിയിട്ട് പറഞ്ഞത് സമയം ആയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അതേപോലെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ടായിരുന്ന ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എന്ന് പറഞ്ഞൊരു ഇതിൻ്റെ കമ്പനീൻ്റെ ഒരു സെമി സിന്തറ്റിക് ഓയിലാണ് നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ മെക്കാനിക്ക്, നമ്മുടെ വിനു എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് നമ്മുടെ ഇത് ചെയ്യുന്നത്. ആള് ഫുള്ള് നമ്മൾ ലൈനിൽ വന്ന് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. വർക്ക്ഷോപ്പ് കാര്യങ്ങളായിട്ടില്ല, എല്ലാം ലൈനിൽ വന്നിട്ട് A to Z കാര്യങ്ങൾ നമുക്ക് നല്ല വൃത്തിക്ക് ചെയ്തു തരും. 54 പുള്ളീൻ്റെ വീട്. ഇപ്പം നമ്മളതിൻ്റെ ഫിൽറ്ററുകൾ രണ്ടും, ഓയിൽ ഫിൽറ്റർ രണ്ടും അയച്ചെടുക്കുന്നുണ്ട്. ഏകദേശം നല്ലോണം അങ്ങ് എത്തിയിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ടൊക്കെ നല്ല മഴയായതുകൊണ്ട് വണ്ടീൻ്റെ മേലെ ഷീറ്റൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പം നമ്മൾ ഈ പിടിപ്പിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ബൈപ്പാസ് ഫിൽറ്റർ. 390 രൂപയുടെ സാധനമാണത്. ഏഷ്യറിൻ്റെ ഒറിജിനൽ തന്നെയാണ്. നമ്മളെപ്പോഴും കമ്പനീൻ്റെ ഒറിജിനൽ സാധനങ്ങൾ തന്നെ സ്പെയർ നമ്മൾ വാങ്ങിച്ചിടുകയാണെങ്കിൽ എപ്പോഴും ലൈഫ് കൂടുതൽ കിട്ടും. അത് ഏത് സ്പെയർ ആണെങ്കിലും എല്ലാത്തിനും വേറെ കമ്പനികളുണ്ട്, ഇറക്കുന്നുണ്ട്. പക്ഷെ എപ്പോഴും നമ്മൾ നമ്മുടെ സ്വന്തം കമ്പനീൻ്റെ സാധനം എടുത്തിടുകയാണെങ്കിൽ വില കുറച്ച് കൂടുതലായിരിക്കും. പക്ഷെ അതിനുള്ള ഗുണം എന്തായാലും ആ സാധനത്തിന് ഉണ്ടാവും. നമുക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറ്റിയ മിസ്റ്റേക്കാണത്. ചെറിയ പൈസ നോക്കിയിട്ട് മാറ്റിയെടുക്കും. അങ്ങനെ ഓയിൽ ഫിൽറ്റർ മാറ്റി ഇപ്പം നമ്മൾ മാറ്റുന്നതാണ് ഡീസൽ സ്റ്റെയിനർ. അതായത് ഡീസൽ ടാങ്കിലുള്ള ചെറിയ ചെറിയ കരട് കാര്യങ്ങൾ ഒക്കെ അതിൽ വന്ന് നിന്നോളും. അവിടുന്ന് മറ്റേ ഫിൽറ്ററിലോട്ട് പോകില്ല. അപ്പോൾ അതിനുള്ളതാണ് ഈ സ്റ്റെയിനർ. ഇത് 2015 മേലേക്കുള്ള വണ്ടികളിലാണ് ഇതുള്ളത്. ഒന്നാമത് ഇങ്ങോട്ടേക്ക് ഭയങ്കര മഴയായതുകൊണ്ട് നമുക്ക് വണ്ടിയൊന്നും കഴുകാൻ പറ്റിയിട്ടില്ല. കാരണം കഴുകിയിട്ട് കാര്യമില്ല. ഒന്നത് പോകുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെളിയുള്ള സ്ഥലത്ത് കുടുങ്ങുന്ന രീതിയിലുള്ള അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കഴുകിയിട്ടും കാര്യമില്ല. എന്തായാലും മഴയൊന്ന് തോർന്നിട്ട് വേണം നമുക്ക് വണ്ടി ഒന്ന് കഴുകി വൃത്തിയാക്കാൻ.
മൊത്തം ചെളിയും കറയും മൊത്തമായിട്ട് അങ്ങനെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓയിൽ ഫിൽറ്ററാണ് ഇപ്പോൾ നമ്മൾ ഇടുന്നത്, ഡീസൽ എൻജിൻ ഓയിലിൻ്റെ ഫിൽറ്റർ. ഇടയ്ക്കിടയ്ക്ക് 10 മിനിറ്റ് മഴയ്ക്കൊരു ആശ്വാസം കിട്ടുന്നതുകൊണ്ട് നമുക്ക് പണി ഇങ്ങനെ എടുത്തു പോകാൻ പറ്റുന്നു. വലിയ മഴയ്ക്കാണെങ്കിൽ നമുക്ക് ഒരു പണിയും ചെയ്യാൻ പറ്റില്ല. ഇപ്പം തന്നെ നമ്മൾ വണ്ടീൻ്റെ മേലെ പ്ലാസ്റ്റിക് കെട്ടിയിട്ടുണ്ട്, പക്ഷെ എന്നാലും സൈഡിൽ നിന്നൊക്കെ നല്ലോണം നനയും. മേലൊക്കെ ആണെങ്കിൽ ഫുള്ള് നനഞ്ഞ് കിടക്കും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നമ്മുടെ വണ്ടീൻ്റെ ഉള്ളത്തെ മാറ്റിയിട്ടിട്ടാണ് പുള്ളി അവിടെ കിടക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചാറ്റൽ മഴ ഉണ്ട് എന്നല്ലാണ്ട് വലിയ കാര്യമായിട്ടുള്ളൊരു മഴയില്ല. ഇപ്പം നമ്മൾ ഗിയർ ബോക്സിൻ്റെ ഓയിലാണ് പൂറ്റിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് 6 ലിറ്ററാണ് നമ്മുടെ ഗിയർ ബോക്സിൻ്റെ ഓയിൽ വരുന്നത്. നമ്മൾ ഈ 7 ലിറ്റർ മേടിച്ചിട്ടുണ്ടായിരുന്നു. 7 ലിറ്റർ എംബൂസ്റ്റ്, അതായത് 2018-17 തുടങ്ങിയുള്ള വണ്ടിയൊക്കെ ഉള്ളത്. നമ്മളത് കണക്കാക്കിയിട്ടാണ് നമ്മൾ മേടിച്ചത്. പക്ഷെ നമുക്ക് 6 ലിറ്ററേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 1 ലിറ്റർ എന്തായാലും നമുക്ക് തിരിച്ച് റിട്ടേൺ കൊടുക്കാം. 450 രൂപ ഒന്നിന് വിലയുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ വണ്ടീൻ്റെ എൻജിൻ ഓയിൽ മാറ്റി കഴിഞ്ഞു. ഇപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഗിയർ ബോക്സിൻ്റെ ഓയിൽ നോക്കുന്നു. 6 ലിറ്റർ ഗിയർ ബോക്സിൻ്റെ ഓയിൽ മാറ്റി. അപ്പം നമ്മൾ ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ബ്രേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം ബ്രേക്ക് കുറച്ച് കുറവുണ്ട്. അതുപോലെ ചില സമയത്ത് ബ്രേക്ക് പിടിക്കുമ്പോൾ ഒരു സൈഡിലേക്ക് വണ്ടി വലിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഏകദേശം പണിയും കഴിഞ്ഞ് മൂപ്പര് പോയിട്ടുണ്ട്. മഴ നല്ല തുടങ്ങിയിട്ടുണ്ട്. പിന്നെയും ഇന്നത്തെ ഓയിൽ ചേഞ്ചിന് വന്ന മൊത്തം ചെലവ് എന്ന് പറഞ്ഞാൽ 10,700. 9,700 സാധനത്തിനും 1000 രൂപ കൂലിയും. അങ്ങനെ 10,700, 11 രൂപയാണ് ഇന്ന് നമുക്ക് വന്നത്.